CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നാഗ്പൂർ സർവകലാശാലയിൽ വിലക്ക്. RSS ABVP ഭീഷണിയെ തുടർന്നാണ് വിലക്ക്. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, എന്താണ് സംഭവം? സൗമ്യ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ നേരത്തെ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയുടെ അംബേദ്കർ ചിന്തകളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു സെമിനാറിന് ക്ഷണിച്ചിരുന്നു. ഈ സെമിനാർ 18-ാം തീയതി ആണ് നടക്കേണ്ടത്, അതായത് നാളെ. പക്ഷേ ഇപ്പോൾ അടിയന്തരമായി നാഗ്പൂർ VC ഈ സെമിനാർ തന്നെ അനിശ്ചിതകാലത്തേക്ക് മാറ്റിയതായി അറിയിച്ചിരിക്കുന്നു. അതായത് ഇനി എന്നാണ് സെമിനാർ നടക്കുക എന്ന് അറിയിച്ചിട്ടില്ല. ഇത് അനിശ്ചിത വിലക്കാണ് എന്നാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാർച്ച് 18-ന് സർവകലാശാലയിൽ യെച്ചൂരി ഒരു പ്രഭാഷണമാണ് നടക്കേണ്ടത്. ഇതാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മാറ്റിയത്. അതായത് പ്രഭാഷണം യെച്ചൂരി എത്തും എന്നറിഞ്ഞപ്പോൾ തന്നെ ABVPയും RSSും ഇവിടെ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിൽ തുടർന്നാണ് VC ഈ നടപടി എടുത്തിരിക്കുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാർ വഴി RSS, കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് വഴി RSS നാഗ്പൂർ VC ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഇത് മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ എന്ത് കാരണത്താലാണ് മാറ്റി എന്നതിനെ കുറിച്ച് VC അറിയിച്ചിട്ടില്ല. VC സംഘാടകരോട് പറഞ്ഞിരിക്കുന്നത് പറയാനാകാത്ത ചില കാരണങ്ങൾ മൂലം മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, JNU അടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് വളരെ ശക്തമായിരുന്നു. ചിന്തകർ അടക്കമുള്ളവർ ഇടതുപക്ഷത്തോടൊപ്പം ഇക്കാര്യത്തിൽ ഒത്തുചേരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് BJPക്ക് കൂടി വലിയ സ്വാധീനമുള്ള നാഗ്പൂർ സർവകലാശാലയിലെ സെമിനാറിൽ CPIMന്റെ ജനറൽ സെക്രട്ടറിയും പാർലമെന്ററിയനുമായ സീതാറാം യെച്ചൂരി എത്തിയത് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ പോലും BJP സ്വാധീന മേഖലകളിൽ പോലും യെച്ചൂരി പോകുന്നതിനൊക്കെ നേരത്തെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വധഭീഷണി വരെ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ABVP ആകട്ടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ JNUയുടെ തന്നെ സമര വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സെമിനാറിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ഡൽഹിയിൽ വലിയ കലാപങ്ങൾക്ക് വഴിതെളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഭീഷണിയിലൂടെയാണ് ഇപ്പോൾ നാഗ്പൂരിലും ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. സന്തോഷ് സലിംഗാണ് വിവരങ്ങൾ നൽകിയത്.